പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫേസൊക്കെ നല്ലൊരു ഗ്ലോ വരുന്നതിനും മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാറുന്നതിനും അതുപോലെ തന്നെ മുഖക്കുരുവൊക്കെ വന്നിട്ടുള്ള പാടുകളൊക്കെ മാറുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്ന നല്ലൊരു വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നും എങ്ങനെയൊക്കെയാണ് അത് തയ്യാറാക്കുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ചെറുപയറാണ്, പച്ചപ്പയർ ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഒരു ചെറിയൊരു പിടിക്കും വേണ്ടിയിട്ട് മാത്രം മതി. അതും അതുപോലെ തന്നെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടുന്നത് ഒരു ഉരുളക്കിഴങ്ങാണ്. ഈ ഉരുളക്കിഴങ്ങും കൂടി നമുക്ക് നന്നായിട്ട് പുഴുങ്ങിയതിന് ശേഷം നല്ല രീതിയിൽ വേവണം. വെന്ത് കഴിയുമ്പോൾ പയറൊക്കെ എടുക്കുമ്പോൾ നല്ല രീതിയിൽ ഉടഞ്ഞു കിട്ടണം. അതേ രീതിയിലായതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ നല്ല ഒട്ടും തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ അരച്ചെടുത്തുകൊണ്ട് വരണം. ഞാനിപ്പോൾ അത് ഒന്ന് പുഴുങ്ങി അരച്ചെടുത്തുകൊണ്ട് വരാം. അതിനുശേഷം ആദ്യം തന്നെ നമുക്ക് ചെയ്യാനുള്ളത് ക്ലെൻസിങ് ആണ് ചെയ്യാനുള്ളത്. ക്ലെൻസ് ചെയ്യുന്നതിനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് പാലെടുത്തു. പാലിലേക്ക് ഒരു 2 തുള്ളി നാരങ്ങ നീരും കൂടി ഒഴിക്കുന്നു. തോനെയൊന്നും നാരങ്ങ നീര് ഒഴിക്കരുത്, 2 തുള്ളിക്ക് വേണ്ടിയിട്ട് മാത്രമേ ഒഴിക്കാവൂ. ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ക്ലെൻസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ക്ലെൻസറാണ് നാരങ്ങ നീരും പാലും കൂടി ചേരുമ്പോൾ തന്നെ. പാല് തന്നെ ആയാലും മതി. പാൽ ഉപയോഗിക്കുമ്പോൾ അലർജി ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തൈര് ഉപയോഗിക്കാവുന്നതാണ്. മുഖമെല്ലാം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം ഇതൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട്. ഞാൻ ആദ്യം തന്നെ മുഖമൊക്കെ വാഷ് ചെയ്തതാണ്. അപ്പം നന്നായിട്ട് കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ മുഖമൊക്കെ നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ക്ലെൻസ് ചെയ്തതിന് ശേഷം നമുക്ക് തുടച്ച് കളയാം. ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ച് നമുക്ക് തുടച്ച് കളയാം. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ക്രബാണ് ചെയ്യാനുള്ളത്. സ്ക്രബ് ചെയ്യുന്നതിനായിട്ട് ഞാനിപ്പോൾ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് റവ വേണമെങ്കിൽ റവയും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാരയിലേക്ക് കോഫി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണെങ്കിൽ കുറേ കൂടി നല്ലതാണ്. ഇപ്പം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്, ബ്രൂവിൻ്റെ ചെറിയൊരു പാക്കറ്റ് ആണിത്. നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തു. ഇട്ടതിന് ശേഷം കുറച്ച് പാലും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം. കുറച്ച് പാല് മാത്രം ഒഴിച്ചാൽ മതി. അതുപോലെ തന്നെ പഞ്ചസാര എടുക്കുന്ന സമയത്ത് വലിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതിപ്പോൾ ചെറിയ തരിയുള്ള പഞ്ചസാര ആയതുകൊണ്ട് തന്നെ ഞാൻ പൊടിച്ചൊന്നും എടുത്തിട്ടില്ല. ഇതുപോലെ നല്ല രീതിയിൽ ഫേസിലെല്ലാം ഒന്ന് തേച്ച് കൊടുക്കണം. കണ്ണിൻ്റെ സൈഡിലൊന്നും സ്ക്രബ് ചെയ്യാനായിട്ട് പാടില്ല. മൂക്കിൻ്റെ ഈ ഭാഗത്തൊക്കെ സ്ക്രബ് ചെയ്യുക. കാരണം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ അതൊക്കെ മാറുന്നതിന് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തന്നെ ഈ ഒരാഴ്ച നമ്മൾ സ്ക്രബൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പാക്ക് മാത്രം ഉപയോഗിച്ചാൽ മതി. സ്ക്രബ് ചെയ്യേണ്ടുന്ന കാര്യമൊന്നുമില്ല. ഞാനിപ്പോൾ കുറച്ച് ദിവസമായി സ്ക്രബൊക്കെ ചെയ്തിട്ട്, അതുകൊണ്ടാണ് ഞാൻ എല്ലാ സ്റ്റെപ്പായിട്ടൊന്ന് ചെയ്യാമെന്ന് കരുതിയത്. നമുക്കിനി ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് നമ്മൾ ബലം പ്രയോഗിച്ച് സ്ക്രബ് ചെയ്യരുത്. ഇപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് സ്ക്രബൊക്കെ ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ അത് നമുക്കങ്ങ് തുടച്ച് കളയാം. ഒരു ക്ലെൻസിങ്ങും സ്ക്രബിങ്ങും കഴിയുമ്പോൾ തന്നെ ഫേസിനൊക്കെ നല്ലൊരു മാറ്റം വരും. ഇപ്പോൾ സ്ക്രബൊക്കെ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ച് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ സ്കിന്നെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. നല്ലൊരു തൊടുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സോഫ്റ്റ് ആയിരിക്കും എന്നുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം തന്നെ എടുത്തു വെച്ചിരുന്ന പയറും ഉരുളക്കിഴങ്ങും കൂടി നന്നായിട്ട് വെന്തതിന് ശേഷം നന്നായിട്ട് മിക്സിയിൽ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇതേ രീതിയിലാണ് അരച്ചുകൊണ്ട് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ കുറച്ച് അധികം എടുത്തു കഴിഞ്ഞാൽ 2-3 ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പാക്ക് മാത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് 2-3 ദിവസം. എല്ലാ ദിവസവും നമ്മൾ സ്ക്രബ് ചെയ്യുകയും ക്ലെൻസ് ചെയ്യുകയും ചെയ്യേണ്ടുന്ന കാര്യമില്ല. അപ്പോൾ പാക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് അധികം എടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. എടുത്ത് അരച്ച് തന്നെ നല്ല രീതിയിൽ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഇച്ചിരി നല്ല കട്ടിക്കിരിക്കുകയാണ്. കട്ടിക്കിരിക്കുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. പാൽ അലർജി ആയിട്ടുള്ളവർക്കാണെങ്കിൽ തൈര് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് രണ്ടും വേണ്ട, വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നുള്ളവർക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ്. പക്ഷേ പാൽ ഉപയോഗിക്കുകയോ തൈര് ഉപയോഗിക്കുകയോ ചെയ്യുമ്പോഴാണ് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. ഞാൻ പാലൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഒരു ക്രീമി പരുവത്തിലേക്ക് ആക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക്
ഇനി നമുക്കിതിലേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കൂടി ചേർത്ത് കൊടുക്കണം. ഇത് തികച്ചും ഓപ്ഷനിലാണ്. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. കാരണം മാത്രമല്ല ഈ റിസൾട്ട് കുറേ ദിവസം നിലനിൽക്കുകയും ചെയ്യും. അത്ര നല്ലൊരു ഭംഗിയായിരിക്കും ഫേസൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. വൈറ്റമിൻ ഇ കൂടി ചേർത്ത് കൊടുത്തു. ഇപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം ഇപ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഇതിന് നമുക്ക് നമ്മുടെ ഫേസിലേക്ക് തേച്ച് കൊടുക്കുക. നല്ല കട്ടിക്ക് വേണം തേച്ച് കൊടുക്കാനായിട്ട്. ഇത് നമുക്ക് നമ്മുടെ കയ്യിലും കാലിലും എല്ലാം തേച്ച് കൊടുക്കാവുന്നതാണ്. നല്ല ഫേസും കൈയും കാലും എല്ലാം നല്ല ബ്രൈറ്റൻ ആവുന്നതിനും അതുപോലെ തന്നെ ടാൻ എല്ലാം പെട്ടെന്ന് റിമൂവ് ആയി പോകുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണിത്. ഒറ്റ യൂസ് കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ അറിയാൻ പറ്റുന്ന ഒരു പാക്ക് കൂടിയാണിത്. അപ്പോൾ ഞാൻ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളും തേക്കുമ്പോൾ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഏത് പാക്കാണെങ്കിലും കഴുത്തിലും കൂടി തേക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നന്നായിട്ട് മുഖത്തെല്ലാം നല്ല രീതിയിൽ നല്ല കട്ടിക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യണം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വരാം. ഇപ്പോൾ നമ്മളിത് മുഖത്തെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 20 മിനിറ്റ് നേരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളിത് അപ്ലൈ ചെയ്തതിന് ശേഷം കഴിയുന്നതും സംസാരിക്കാതിരിക്കാൻ നോക്കുക. കാരണം നമുക്കറിയാം ഇത് പുരട്ടി കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ട് ഒന്ന് ഡ്രൈ ആകുമ്പോൾ തന്നെ മുഖമൊക്കെ നമുക്കിങ്ങനെ നന്നായിട്ട് വലിഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും സംസാരിക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊന്ന് വാഷ് ചെയ്യാം. വാഷ് ചെയ്യുന്നതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്യണം. കാരണം ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്ന പാക്ക് ഒരു കാരണവശാലും ഏത് പാക്കായാലും നമ്മൾ മസാജ് ചെയ്ത് കഴുകി കളയാനായിട്ട് ശ്രമിക്കരുത്. ചെറുതായിട്ട് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ മസാജിങ് ഒരു സ്റ്റെപ്പായിട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ഇതുപോലെ നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വാഷ് ചെയ്ത് കളയാവൂ. ഇനിയിപ്പോൾ നമുക്കതൊന്ന് തുടച്ച് കളയാം. ില്ലേ തുടച്ച് കളഞ്ഞപ്പോൾ തന്നെ നമുക്ക് അറിയാം നല്ലൊരു റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് എത്ര പഴക്കമൊക്കെ ഉള്ള ടാനൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാലും പെട്ടെന്ന് റിമൂവ് ആയി പോകുന്നതായിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ റിമൂവ് ആയി പോകുന്നതായിരിക്കും. ഉണ്ടല്ലേ നല്ലൊരു മാറ്റം തന്നെയുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ എല്ലാവരുടെയും മിക്ക ആൾക്കാരുടെയും വീടുകളിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാനും വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ളൊരു പാക്കാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ.